ചില സമയങ്ങളിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ വളരെ അധികം അനിവാര്യമാണ്, എസ്പെഷ്യലി സമയത്തിൻ്റെ കാര്യത്തിൽ. അതായത് സമയത്തിൻ്റെ കാര്യം ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചെറുപ്പത്തിലെ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മ രാവിലെ വന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വിളിക്കുന്നത് ഒരു 6:20 ആദ്യം വിളിക്കും. നമ്മൾ എണീക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും, മോനെ 6:30 ഇനി സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീക്കുക അമ്മയെന്ന് പറഞ്ഞാൽ പിന്നെയും കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും, മോനെ 6:40 പിന്നെ വന്നിട്ട് പറയും 6:45 ഇപ്പോഴെങ്കിലും എണീക്കണം. അപ്പോൾ 6:45 എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിൽ നമ്മളൊരു മെൻ്റൽ കാൽക്കുലേഷനൊക്കെ നടത്തും. അന്ന് കുളിച്ച് വലിയച്ചൊക്കെ റെഡി ആവാനായിട്ട് സമയം വേണം, എന്നാൽ ഇപ്പോൾ എണീറ്റേക്കാം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാട്ടി എണീക്കുക. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ ആക്ച്വലി വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും സ്കൂൾ ടൈമിലൊക്കെ അമ്മ പറയും, ഒരു ദിവസം തുടങ്ങിയിട്ട് 12 മണിയാകുമ്പോൾ, ഒരു ദിവസം തുടങ്ങുമ്പോൾ പകുതിയായി, ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അയ്യോ സമയം ഇതായല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. പക്ഷേ ആ ഓർമ്മപ്പെടുത്തലുകളൊക്കെ എത്ര സിമ്പിളായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ബിക്കോസ് സവാരി എന്ന് പറഞ്ഞൊരു ചാനലിൽ ഷിനോദ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഈ ഷിനോദേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ വന്നിരുന്നിട്ട് ഒരു വല്ലാത്ത ചില ഓർമ്മപ്പെടുത്തലുകൾ അങ്ങോട്ട് നടത്തി. എൻ്റെ കിളി പോയി അത് കേട്ടിട്ട്. അപ്പോഴാണ് എത്രയൊക്കെ സമയം കടന്ന് നമ്മൾ മുമ്പോട്ട് എത്തി എന്നുള്ള കാര്യം ഞാൻ പോലും തിരിച്ചറിയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിൻ്റെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ലോകത്ത് എവിടെ ഇരുന്നാണ് താങ്കളത് കേൾക്കുന്നതെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് ഇന്നത്തെ പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ലെറ്റ് ദ സോങ് ബിഗിൻ. की मलाई वही मिट्टी की सुराई रास्ता देखे, गुड़िया रे गुड़िया तेरा गुद्दा परदेसिया, जोड़ी आसमानी हो गई शगुन पे, देखो शादमानी हो गई। हाय गुड़िया रे गुड़िया तेरा गुद्दा परदेसिया, जोड़ी आसमानी हो गई शगुन पे, देखो शादमानी हो गई। रे कबीरा मान जा, रे फकीरा मान जा, आजा तुझको पुकारे तेरी परछाइयाँ, रे कबीरा मान जा, रे फकीरा यूं न जा, कैसा तू है निर्मोही कैसा रजाइयाँ। യെസ്, അപ്പോൾ കമ്മിങ് ബാക്ക്, ഷിനോദേട്ടൻ്റെ ഒരു 3-4 സ്പെഷ്യൽ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ, പ്രേമം സിനിമ ഇറങ്ങിയിട്ട് 9 വർഷമായി എന്നുള്ളതാണ്. അതായത് ജോർജും മലർമിസും ഒന്നുകൂടി മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവരുടെ കൊച്ച് ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിച്ചേനെ എന്നുള്ളതാണ്. രണ്ടാമത്തത്, വെള്ളപ്പൊക്കം ഉണ്ടായത് 2 വർഷം മുമ്പല്ല, 6 വർഷം മുമ്പാണ്. അതായത് നമ്മളുടെ 2018 പ്രളയം 6 വർഷം മുമ്പാണ് ഉണ്ടായത്. 2020 ലോക്ക്ഡൗൺ സമയത്ത് ജനിച്ച കുട്ടികളൊക്കെ ഇന്നിപ്പോൾ നേരെ നിവർന്ന് നിന്ന് അങ്കിൾ ആൻറ്റി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് 3ാമത്തെ ഓർമ്മപ്പെടുത്തൽ. ഇനി 4ാമത്തത്, ഇന്നലെ എന്ന പോലെ ഒരു പുതിയ നൂറ്റാണ്ടിലോട്ട് നമ്മൾ കാലെടുത്ത് വെച്ചായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന 21-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടിലോട്ട് നമ്മൾ കാലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഭാഗം ജീവിച്ച് തീരാറായി. അതായത് 2025 വരാൻ പോവുകയാണ്, ഏകദേശം ഭാഗം ജീവിച്ച് തീരാറായി എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ ഈ സമയം, പ്രായം, ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് കടന്നു പോകും. നമുക്ക് കാണാനുള്ളതൊക്കെ കണ്ടോളണം, ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളണം, വല്ലവരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സമയം പോകുന്നത് നമ്മളറിയില്ല എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. അതായത് ഇപ്പോൾ കണ്ണ് അടച്ച് തുറക്കണതിന് മുന്നേ ഇപ്പോൾ 2050-ലോ 60-ലോ ആയിരിക്കും നമ്മൾ ചെന്ന് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ പൊതുവേ നമ്മൾ പല മീംസിലും ഒക്കെ കാണാറുണ്ട്, ഇൻ 4 months അടുത്ത വർഷം എത്താൻ പോവാണ്, അല്ലെങ്കിൽ ഇൻ 3 months അടുത്ത വർഷം എത്താൻ പോവാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നോക്കിയാൽ ഓഗസ്റ്റായി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസത്തിൽ
നമ്മൾ 2025 എത്താൻ പോവുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കാര്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ടുഡേ, ഇന്നാണ് ആ ദിവസം, ഇന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസം. ബിക്കോസ് ഇയർ ഫ്രം നൗ, ഇവിടുന്ന് ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ പോസ്റ്റിൻ്റെ താഴെ ഉള്ള ചില കമൻസ് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. 2050 എന്ന് പറയുന്നത് 2050 ഈസ് ക്ലോസർ ദാൻ 1990 എന്നുള്ളതാണ്. 1990 അടുത്താണ് 2050. അപ്പോൾ 2050 ഒരുപാട് ദൂരെയാണ് 1990 കിടക്കുന്നത്. കാര്യം ഇവിടുന്ന് 2050 25 വർഷം ദൂരമുള്ളൂ. പക്ഷേ 1990 35 വർഷം ദൂരമുണ്ട്. ഏത് ഒന്നാലോചിച്ച് നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് സംഭവം പിടിയിട്ടും. എന്തായാലും സമയം മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയും പേടിപ്പിക്കാനല്ല കേട്ടോ. സമയത്തിൻ്റെ ഒരു വില ആക്ച്വലി തിരിച്ചറിയാനായിട്ട് ഷിനോദേൻ്റെ ആ ഒരു പോസ്റ്റ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റാക്കി കളയുന്ന ചെറിയ ടൈമാണ് എന്ന് നമ്മൾക്കിപ്പോൾ തോന്നുമെങ്കിൽ ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് വലിയ സമയമാവുന്നതിന് മുന്നേ നമുക്ക് മാക്സിമം ആ സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം. ഞാൻ പറയുന്ന ഒരിക്കലും നിങ്ങൾ സന്തോഷിക്കരുത്, ഇഷ്ടമുള്ള കാര്യം ചെയ്യരുതെന്നൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ പ്ലേ സ്റ്റേഷൻ ഇരിപ്പുണ്ട്, ഞാനിവിടെ ഇരുന്ന് ഗെയിം കളിക്കാറുണ്ട്. അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അതൊരിക്കലും വേസ്റ്റായി പോകുന്നൊരു സമയമല്ല. ദ ടൈം യു സ്പെൻഡ് എൻജോയിങ്, അത് വേസ്റ്റ് അല്ല എന്നുള്ള ഇത് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ സന്തോഷിക്കാനായിട്ട് അതിൻ്റേതായ സമയം കണ്ടെത്തുക. പക്ഷേ നമ്മളുടെ ഗോൾസിൽ നിന്നും വഴുതി മാറിപ്പോവാതിരിക്കും. ഇപ്പോൾ എനിക്ക് ഫുൾ ടൈം ഗെയിം കളിച്ചിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷേ എനിക്കത് വേണമെന്ന് ചോദിച്ചാൽ അത് വേണം. അപ്പോൾ എല്ലാത്തിനും ചെയ്യേണ്ടതായ സമയം, എല്ലാം അതാത് കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സമയം കൊടുക്കുക. ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. ഈ മുമ്പോട്ട് ഇത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിന്നും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് തീരുന്നതിന് മുന്നേ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ കോഡ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് മറ്റൊന്നുമല്ല, സിമ്പിൾ ടൈമാണ് കേട്ടോ. #ടൈം വെച്ചിട്ട് കമൻറ്റ് സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു കിട്ടാൻ പോഡ്കാസ്റ്റിൽ കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.